ഹായ് ഹലോ. കേസ് ഓഫ് കൊണ്ടാന. കൊണ്ടാന എന്ന സ്ഥലത്ത് നടക്കുന്ന ഒരു ക്രൈം, അതിനെ ബന്ധപ്പെടുത്തിയുള്ള ഒരു ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോകുന്ന ഒരു ക്രൈം ത്രില്ലർ പടം തന്നെയാണ് കേസ് ഓഫ് കൊണ്ടാന. ഭാവനയുടെ ഒരു കന്നഡ പടം എന്നതായിരുന്നു ഞാൻ ഈ പടം കാണാൻ കാരണമായ ഒരു ഫാക്ടർ. ഒരു ആവറേജ് ഡീസന്റ് പടം എന്നതിലുപരി നമ്മളെ അതിൻ്റെ അകത്ത് പിടിച്ചിരുത്തുന്നതോ നമ്മളെ കൂടുതൽ ഡ്രൈവ് ചെയ്യിക്കുന്നതായിട്ടുള്ള പ്രത്യേകിച്ചൊന്നും അതിൻ്റെ അകത്തും ഇല്ല. അതായത് ഫസ്റ്റ് ഹാഫ് ഒരു 30-40 മിനിറ്റ്സോളം നമുക്ക് ഭയങ്കര ലാഗ് ആയിരുന്നു. അതായത് അവർ കാണിച്ച് തരുന്ന അവർ പോകുന്ന സിറ്റുവേഷൻസും കാര്യങ്ങളും ഒരു സീരിയൽ കില്ലറിനെ കാണിക്കുന്നു. പിന്നെ അതിന്റെ ഇടയ്ക്ക് ഇവരുടെ ഒരു ലവ് ട്രാക്ക് കാണിക്കുന്നു. ഭയങ്കര മെസ്ഡപ്പ് ആയിട്ടാണ് കാണിച്ചു പോയത്. നമ്മളെ ഹോൾഡ് ചെയ്യുന്ന ഒന്നുമില്ല. നമ്മളെ ആ പടത്തിന്റെ അകത്തോട്ട് ഇന്നാക്കുന്ന ഒന്നും ഇല്ലായിരുന്നു ആക്ച്വലി. ഒരു 30-40 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ഒരു ക്രൈം നടക്കുന്നതും അത് കഴിഞ്ഞിട്ടാണ് പിന്നെ കുറച്ചും കൂടെ ഒന്ന് എൻഗേജ്ഡ് ആയിട്ട് എനിക്ക് പടം ഫീൽ ചെയ്തത്. ആ ഒരു ബേസിക് പ്ലോട്ട് ഭയങ്കര രസമാണ് ആക്ച്വലി ഈ പടത്തിൽ ഇവര് പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതായത് ഇപ്പൊ ഞാൻ പറയുന്ന ഒരു 30-40 മിനിറ്റ്സ് കഴിഞ്ഞ് വരുന്ന ഒരു ക്രൈമും പിന്നെ അവിടുന്ന് വരുന്ന ഒരു ബേസിക് പ്ലോട്ടും ആക്സിഡന്റലി നടക്കുന്ന ഒരു ഇൻസിഡന്റും അതിന്റെ ഫോളോ അപ്പ് ആയിട്ട് വരുന്ന കാര്യങ്ങളുമാണ് ഈ പടം കാണിക്കുന്നത്. സെക്കൻഡ് ഹാഫ് മുഴുവൻ ആക്ച്വലി നൈറ്റ് ആണ് ഈ പടം പോകുന്നത്. സെക്കൻഡ് ഹാഫ് ഓൾമോസ്റ്റ് നൈറ്റ് ആണ്. അപ്പം അത് പറയുമ്പോൾ ഇത് സിനിമാറ്റോഗ്രഫി ആക്ച്വലി എനിക്ക് ഇഷ്ടപ്പെട്ടു. കൂടുതൽ നൈറ്റ് ഷോട്ട്സ് ആയതുകൊണ്ട് അതെല്ലാം വളരെ കൺവിൻസിംഗ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അത് ഭയങ്കര രസമായിട്ട് നമുക്ക് സ്ക്രീനിൽ കാണാനും പറ്റി. ഭാവനയും വിജയ് രാഘവേന്ദ്രയുമാണ് ഇതിന്റെ അകത്ത് മെയിൻ ക്യാരക്ടേഴ്സ് ചെയ്തിരിക്കുന്നത്. ഭാവന കൺവിൻസിംഗ് ആയിട്ട് തന്നെ ആ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ഒരു പോലീസ് ഓഫീസറായിട്ടുള്ള ക്യാരക്ടറാണ്. അപ്പം ആ ക്യാരക്ടറിന്റെ ഒരു മച്യൂരിറ്റി ഭാവന ആ പടത്തിൽ മൊത്തത്തിൽ ആ ഒരു മീറ്റർ കീപ്പ് ചെയ്തിട്ടുണ്ട്. അത് രസമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. വിജയ് രാഘവേന്ദ്ര ആണെങ്കിലും അതുപോലെ തന്നെ ആ ക്യാരക്ടറിനോട് ജസ്റ്റിഫൈ ചെയ്ത് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. ആളുടെ കുറച്ച് ഇമോഷൻസും കാര്യങ്ങളും ഒക്കെ പോകുന്നുണ്ട് ഈ പടത്തിൽ. ആള് കുറച്ച് ഷോർട്ട് ടെമ്പേർഡ് ആയിട്ടാണ് കാണിക്കുന്നത്. ആദ്യം ഭയങ്കര പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു ക്യാരക്ടർ, അങ്ങനെ അതായത് ജസ്റ്റ് സർവീസിലോട്ട് കയറിയിട്ടേ ഉള്ളൂ, അതിൻ്റെതായിട്ടുള്ള ചോരത്തിളപ്പും കാര്യങ്ങളും എല്ലാം ഉള്ള ഒരാളായിട്ടാണ് കാണിക്കുന്നത്. അത് കൺവിൻസിംഗ് ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. മ്യൂസിക് ആണെങ്കിലും പടത്തിനോട് ബ്ലെൻഡ് ചെയ്ത് തന്നെയാണ് പോകുന്നത്. ചില സ്ഥലങ്ങളിൽ കുറച്ച് ലൗഡായിട്ട് ഫീൽ ചെയ്തു എന്നതല്ലാതെ ബാക്കിയെല്ലാം ഓക്കെ എന്നുള്ള രീതിയിലാണ് പോയത്. ക്ലൈമാക്സിലോട്ട് ആക്ച്വലി കുറച്ച് ഡ്രാമയായി പോയി. അതായത് നമ്മൾ അത്ര നേരം പ്രതീക്ഷിച്ചും നമ്മളെ ഡ്രൈവ് ചെയ്തുകൊണ്ട് പോയ പടമല്ല. ക്ലൈമാക്സിലോട്ട് വന്നപ്പം എന്തോ ഫോഴ്സ്ഫുള്ളി കുറച്ച് ഡ്രാമയാക്കിയ പോലെ ഫീൽ ചെയ്തു. ബാക്കി ഞാൻ പറഞ്ഞില്ലേ, ഇതിന്റെ ഒരു ബേസ് പ്ലോട്ട് നല്ലതായിരുന്നു. പക്ഷെ അത് ട്രീറ്റ് ചെയ്തത് അത്ര രസമായിട്ട് ഫീൽ ചെയ്തില്ല. പലയിടങ്ങളിൽ ഈ ഒരു ഡ്രാമ എലമെന്റ്സ് ഉണ്ടായിരുന്നു. അത് കുറച്ചും കൂടെ നല്ല രീതിയിൽ വർക്ക്ഔട്ട് ചെയ്ത് നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്തൊക്കെ ചെയ്യുമായിരുന്നെങ്കിൽ ഇത്തിരിയും കൂടെ നല്ലതായെന്ന് തോന്നി. ആക്ച്വലി ഇത് എങ്ങനെ നോക്കിയാലും ഒരു ആവറേജ് പടത്തിലപ്പുറം നമ്മളെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന വലിയ വേറെ ഫാക്ടേഴ്സും കാര്യങ്ങളും ഒന്നും ഇല്ല ഇതിൽ. ജസ്റ്റ് ഒരു വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള ഒരു പടം, അത്രേ ഉള്ളൂ. നിങ്ങൾ പടം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്